കോഫി മീഡിയം മധുരം. ഒരു ബജ്ജി കായ ബജ്ജി മതി. ചമ്മന്തി ഉണ്ടോ? ഇതിൻ്റെ ഹോം ടൗണാണ് ഇരിങ്ങാലക്കുട. ഇവിടെ എല്ലാ ഈവനിങ്ങും ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഇത്, അയ്യങ്കാവ് മൈതാനം. ഇത് ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു ചില്ലിങ് സ്പോട്ടാണ്. പൊതുവെ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് മനസ്സമാധാനമായിട്ട് വന്നൊരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും ഈവനിങ് ഞാനും വരാറുണ്ട് ഇവിടെ ഓൾമോസ്റ്റ്. ഇപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, സൺഡേ ആണ്. സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെയുള്ള ആൾക്കാരുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം മെയിൻലി പറയുകയാണെങ്കിൽ വീക്കെൻഡാണ്. നാളെ ഒരു ദിവസം ജോലിക്ക് പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ ആയിരിക്കും എല്ലാവരും മൊത്തം. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വർത്താനം പറഞ്ഞിരിക്കും, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ കമ്പനി അടിച്ചിരിക്കലൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ടൈമിലൂടെ വന്നു കഴിഞ്ഞാൽ. എൻ്റെ ദിവസം മൊത്തം ഒന്ന് റീചാർജ് ചെയ്യണം. ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് മൊത്തത്തിലൊന്ന് റീചാർജ് ആവുന്ന ടൈമാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഡെയിലി ഒരു 1 hour. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഭയങ്കര അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മേ ബി എനിക്കിഷ്ടമുള്ളൊരു കാര്യമായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, എന്നെ ഹാപ്പി ആക്കുന്നൊരു കാര്യമായിരിക്കില്ല നിങ്ങളെ ഹാപ്പി ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ജനറൽ ഡെഫിനേഷൻ തരാനൊന്നും എനിക്ക് പറ്റില്ല. ബട്ട് ഐ ക്യാൻ ടെൽ യു വൺ തിങ്, വാട്ട് മേക്സ് മീ ഹാപ്പി. എന്നെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ മെയിൻലി ഒരു 3 കാര്യങ്ങളാണ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. ഫസ്റ്റ് തിങ് ഈസ് ബീയിങ് വിത്ത് പീപ്പിൾ, നൈസ് പീപ്പിൾ. അതായത് ഭയങ്കര നൈസായിട്ട് സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര നല്ല കമ്പനി തരുന്ന ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണത് എൻ്റെ മൂഡ് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാറുണ്ട്. ഭയങ്കര പ്രശ്നങ്ങളുള്ള സമയത്തൊക്കെ ചില ആളുകളെ കാണുമ്പോൾ അവരുടെ അടുത്തൊരു 10-20 മിനിറ്റ് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂഡാകെ മാറി നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വൈബ് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ നിങ്ങൾ സംസാരിച്ചിരിക്കണ വീഡിയോ എടുത്ത കുഴപ്പമില്ലല്ലോ? ഇല്ലില്ല, നല്ല ഭംഗിയുണ്ട്. പിന്നെ സെക്കൻഡ് തിങ് മേക്സ് മീ ഹാപ്പി എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമാണ്. അതായത് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ റീല് തോണ്ടി അതിൻ്റെ അവസാനം നോക്കി നടക്കുന്ന പരിപാടിയല്ല. ഡൂയിങ് സംതിങ് മീനിങ്ഫുൾ. ഒറ്റയ്ക്ക് ഇരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനത്തെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ സംതിങ് ജേണലിങ് പോലുള്ള എഴുത്ത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ദ തേർഡ് തിങ് ഐ ലൈക്ക് ദ മോസ്റ്റ് ഈസ് ദിസ് ക്രിയേറ്റിംഗ് സംതിങ്. എനിക്ക് സ്റ്റോറി ടെല്ലിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിങ് ഐഡിയ അല്ലെങ്കിൽ ഒരു വ്ളോഗൊക്കെ ചെയ്തത് എഡിറ്റ് ചെയ്തൊരു ഫൈനൽ ഔട്ട്പുട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്ലഷർ തരുന്ന ഒരു എന്താ പറയുക, ഒരു മെഡിറ്റേഷൻ പോലെയാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വി വിൽ ലൂസ് ട്രാക്ക് ഓഫ് ടൈം എന്ന് പറയില്ല, അത് നമ്മൾ സമയമൊന്നും നോക്കില്ല. അതായത് ഞാനിപ്പോൾ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യാനിരുന്ന അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഐ ക്യാൻ ആ പരിപാടി എനിക്ക് ഒരു വേണമെങ്കിൽ 2 ദിവസം 10-12 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം അടുപ്പിച്ചൊക്കെ ഇരിക്കാൻ എനിക്ക് പറ്റും. തല വരാം, ഒരെണ്ണം മതി. സ്ക്രീൻ 2-ല് അതിൽ മറ്റേ 7-8 അല്ലെങ്കിൽ 15-16 ഏതെങ്കിലും മതി. ഈ 16 മതി. മതി.
We have good senior actors also. No. Only Fafa. Only for പടം ശരിക്കും അടിപൊളിയായിരുന്നു. എനിക്ക് അങ്ങനെ അധികം സിനിമകളൊന്നും ഇഷ്ടപ്പെടാറില്ല. ബട്ട് വാസ് ഗുഡ്. തലവര നല്ല പടമാണ്. ഓണത്തിന് നല്ല ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന പടമാണ്. എന്തായാലും പോയി കാണാം. അപ്പോൾ അടുത്തൊരു വിളവ് കാണാം. ബൈ. അമ്മച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ വ്ളോഗ് ചെയ്യാൻ പോവാ. ഞാൻ യൂട്യൂബിൽ നിന്ന് കാണാറില്ലേ, അതുപോലെ ഒന്ന് ചെയ്യാൻ പോവാ. വ്ളോഗ് ബ്ലോഗ് എന്ന് വെച്ചാ വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടും.